ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. മായാസ് കിച്ചണിലോട്ട് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് തേങ്ങാപ്പാൽ ഒഴിച്ച് വെച്ചിട്ടുള്ള ഒരു മട്ടൻ കറി ആയിട്ടാണ്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു 3/4 കിലോ അളവ് വരുന്ന മട്ടൻ നന്നായിട്ട് കഴുകിയെടുത്ത് ചെറിയ പീസായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിന് ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ കുക്കറിൽ കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും അതേപോലെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്ക് നന്നായിട്ടൊരു 4-5 വിസിൽ വരുന്നവരെ നമുക്കൊന്ന് വേവിച്ചെടുക്കണം. വേവിച്ചെടുത്തതിന് ശേഷം നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി മാറ്റി വെച്ചതിന് ശേഷം നമ്മൾ ഇനി ഒരു പാൻ നന്നായി ചൂടായി വരുന്ന സമയത്ത് അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുന്ന സമയത്ത് 2 പട്ട, ഗ്രാമ്പു, ഏലക്കായൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. അത് മൂത്ത് വരുന്നതിന് ശേഷം നമുക്ക് സവോള ചെറുതായിട്ട് കട്ട് ചെയ്ത് സവോള ആഡ് ചെയ്യാം. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. കളറൊക്കെ മാറി വരുന്ന വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഉള്ളിയെല്ലാം വഴറ്റി കഴിഞ്ഞു. ഇനി നമുക്ക് പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ നന്നായിട്ട് വഴറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു തക്കാളി, നല്ല പഴുത്ത തക്കാളി ചെറിയ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തതും കൂടെ ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇത് കണ്ട നന്നായിട്ട് വഴണ്ടി വന്നിട്ടുണ്ട്, ഉള്ളിയും തക്കാളിയും എല്ലാം കൂടെ ചേർന്ന്. ഇനി നമുക്ക് പൊടികളാണ് ചേർത്താനുള്ളത്. നമ്മൾ ആദ്യം ഒരു മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ ചേർത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കുറച്ച് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്താൽ, പിന്നീട് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, നല്ല എരിവുള്ള മുളക് പൊടിയാണ്, നിങ്ങൾ എരിവിനനുസരിച്ച് ചേർത്തോളൂ. പിന്നീട് ഇവിടെ ചേർത്തുന്നത് 1 സ്പൂൺ പെരുംജീരകത്തിൻ്റെ പൊടിയാണ്. പിന്നീട് 1 സ്പൂൺ ഗരം മസാലപ്പൊടി. ഇപ്പോൾ ഗരം മസാലപ്പൊടിയും ചേർത്തതിന് ശേഷം പിന്നീട് ചേർത്തുന്നത് മല്ലിപ്പൊടിയാണ്. 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി. അങ്ങനെ മല്ലിപ്പൊടിയും ചേർത്ത് ഇതിൻ്റെ പച്ചമണമൊക്കെ നന്നായിട്ട് പോകുന്നത് വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ എല്ലാം നന്നായിട്ട് വഴറ്റി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ആദ്യം വേവിച്ച് വെച്ചിട്ടുള്ള മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് വേവിച്ച് വെച്ചിട്ടുള്ള നമ്മുടെ മട്ടൻ ഇതുപോലെ ചേർത്ത് അതിൽ വെള്ളമുണ്ട്. അപ്പോൾ ഫുൾ വെള്ളം ഇതിലോട്ട് ഒഴിക്കുക. എന്നിട്ട് ഈ വെള്ളം ഫുള്ളായിട്ടൊന്ന് വറ്റുന്ന വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇതിൻ്റെ മസാലകളും ഉപ്പും എല്ലാം അതിൽ ചേർന്ന് പിടിക്കുന്ന വരെ നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇനി ഇതിൽ ഉപ്പ് എന്തെങ്കിലും ചേർത്തണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉപ്പ് ചേർത്താവുന്നതാണ്. ഞാൻ ആദ്യം തന്നെ വേവിക്കുമ്പോൾ തന്നെ ഉപ്പ് ചേർത്തിരുന്നു. അപ്പോൾ ഇതിനിപ്പോൾ ഉപ്പിൻ്റെ ആവശ്യമില്ല. അപ്പോൾ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി വരുന്ന വരെ, നന്നായിട്ട് ഡ്രൈ ആവുന്ന വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. നമുക്ക് തേങ്ങാപ്പാൽ ഒഴിക്കാതെ തന്നെ ഇങ്ങനെയും നമുക്ക് ചപ്പാത്തിയുടെ കൂടെയും പൊറോട്ടയുടെ കൂടെയൊക്കെ കഴിക്കാവുന്നതാണ്. പക്ഷേ ഇതിൽ നമ്മൾ തേങ്ങാപ്പാൽ ഒഴിച്ച് കഴിക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് വേറൊരു ടേസ്റ്റാണ്. അപ്പോൾ ഇതാ കണ്ടോ, വെള്ളം മൊത്തം ഡ്രൈ ആയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് തേങ്ങാപ്പാലാണ് ഒഴിക്കാൻ പോകുന്നത്. അപ്പോൾ ഞാനിവിടെ ഒരു തേങ്ങയുടെ പകുതി, അതായത് പകുതി മൂടി തേങ്ങയാണ് അരച്ച നല്ല തേങ്ങാപ്പാൽ, നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലാണ് ഞാനിവിടെ ഒഴിക്കാൻ പോകുന്നത്. അപ്പോൾ തേങ്ങാപ്പാൽ ഒഴിക്കാൻ നമുക്ക് നല്ല കട്ടിയുള്ള 1/2 മൂടി തേങ്ങയുടെ പാലാണ് കേട്ടോ അത്. ഫസ്റ്റ് പാൽ, 1-ാം പാൽ തന്നെ എടുക്കുക. ഇതിൽ വെള്ളം അധികം ചേർത്തരുത്. ഇനി നമ്മളിതിലൊന്നും തന്നെ ആഡ് ചെയ്യുന്നില്ല. അപ്പോൾ നമ്മൾ ഈ തേങ്ങാപ്പാലൊന്ന് ചൂടായി വരുന്ന ഒരു ജസ്റ്റ് ഒന്ന് തിള വരുന്ന വരെ ഒന്ന് തിളപ്പിച്ചാൽ മതി. ഒരുപാട് തിളപ്പിക്കാനായിട്ട് വെക്കരുത്, അപ്പോൾ ടേസ്റ്റ് മാറിപ്പോവും. ഇതിൽ നല്ല എരിവും അതേപോലെ തക്കാളീൻ്റെ പുളിപ്പും അതേപോലെ ഈ തേങ്ങാപ്പാലിൻ്റെ മധുരവും എല്ലാം കൂടെ ചേർന്ന് നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു മട്ടൻ കറി ഇവിടെ തേങ്ങ അരച്ചൊഴിച്ച തേങ്ങാപ്പാൽ ചേർത്ത ഒരു നല്ല മട്ടൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം
നമുക്ക് കുറച്ച് വെളിച്ചെണ്ണയും കുറച്ച് കറിവേപ്പിലയും അതേപോലെ കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ട് നമുക്ക് ഇറക്കാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മട്ടൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നന്ദി.